ഹായ്. ഹായ്. എല്ലാവരും ബിസി ആണല്ലോ. ഞാൻ എന്തായാലും ഇന്ന് ഒരുപാട് സന്തോഷത്തിലാണ്. നിങ്ങൾക്ക് എന്താണ് സന്തോഷം? സാർ അറിഞ്ഞില്ലേ, ഗേറ്റിന്റെ റിസൾട്ട് വന്നു. സിവിലിയൻസിന്റെ പാസ് പെർസെൻറ്റേജ് 85%. 85%? ഓൾ ഇന്ത്യ ലെവല് 18% അല്ലേ ഉള്ളൂ. കറക്റ്റ് ആണ്. ഓൾ ഇന്ത്യ ലെവലിൽ 18% പാസ് പെർസെൻറ്റേജ്. പക്ഷെ സിവിലിയൻസിൽ 85% സ്റ്റുഡൻസും ക്വാളിഫൈ ആയിട്ടുണ്ട്. അത് കൊള്ളാമല്ലോ. എൻ്റെ സാറേ, 1ഉം 2ഉം അല്ല, 135-ലധികം ആൾക്കാരാണ് ക്വാളിഫൈ ആയിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും മികച്ച റിസൾട്ടാണ് സിവിലിയൻസിന്റെ. അല്ല, സാർ എന്താ ഈ തിരക്കിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓ അതോ, അത് ഈ കുഴിമുത്തി തന്നെ പിന്നെ ഓരോ പണി പിടിച്ചിട്ട് വന്നേക്കുവാന്ന്. ഇത്തവണ എൻ്റെ സ്കോളർഷിപ്പ് ഉണ്ടെന്നോ, മോക്ക് ടെസ്റ്റ് ഉണ്ടെന്നോ, ഫ്രീ ആയിട്ട് പഠിപ്പിക്കുമെന്നോ എന്തൊക്കെയോ പിടിച്ചിട്ട് പറയുന്നുണ്ട്. അതെന്താ സംഭവം? മിസ്സേ, നമ്മൾ ഏപ്രിൽ 7-ാം തീയതി ഒരു ഗേറ്റ് സ്കോളർഷിപ്പ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. ഇത് സാധാരണഗതിയിൽ നമുക്ക് ഒരാളിനെ അല്ലേ നമ്മൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാറുള്ളൂ. ഇത്തവണ അത് മാറ്റി ഈ ഒരു സന്തോഷത്തിലേ 3 പേരെ ആക്കി. അത് കൊള്ളാലോ. അത് ശരിയാവുന്നില്ല. തീർന്നില്ല, മൊത്തം 5 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പാണ് നമ്മൾ ഇത്തവണ പ്ലാൻ ചെയ്തേക്കുന്നത്. സ്റ്റുഡൻസിന് വലിയൊരു അഡ്വാൻറ്റേജ് ആണല്ലോ. അല്ല, ഈ എക്സാം എങ്ങനെ, ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ? അത് ഞാൻ പറഞ്ഞുതരാം. ഇത് കംപ്ലീറ്റ് ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തത്. കറക്റ്റ് ഗേറ്റ് പാറ്റേണിൽ തന്നെയാണ് ഞാൻ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിനകത്ത് ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്, MCQ ഉണ്ട്, MSQ ഉണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് നെഗറ്റീവ് മാർക്ക് വരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്കൊരു സംശയമുണ്ട്. ഈ സ്കോളർഷിപ്പ് കിട്ടുന്ന സ്റ്റുഡൻസ് ഡയറക്റ്റ് ബാച്ചിൽ കയറുമോ ഓൺലൈൻ ബാച്ചിൽ കയറുമോ? മിസ്സേ, അത് സ്റ്റുഡൻസിന് തീരുമാനിക്കാം, ഓൺലൈൻ വേണോ ഓഫ്ലൈൻ വേണോ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ തീരുമാനം അവരുടേതാണ്, ഭാവിയും അവരുടേത് തന്നെയാണ്. അപ്പൊ മറക്കണ്ട, ഏപ്രിൽ 7-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് ഓൾ കേരള ഗേറ്റ് നോട്ടസ് സ്കോളർഷിപ്പോട് കൂടി പഠിക്കാം. ലേൺ ഫ്രം ദി ബെസ്റ്റ്.